ഇസ്രയേലിന്റെയും യൂദായുടെയും ചരിത്ര വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന 800 വർഷത്തോളം പഴക്കമുള്ള ബൈബിളിന്റെ കൈയെഴുത്ത് പേജ് നൂറ്റാണ്ടുകൾക്ക് ശേഷം അത് എഴുതപ്പെട്ട സ്ഥലത്ത് പൊതുദർശനത്തിന് എത്തിയിരിക്കുകയാണ്. ഈ ബൈബിൾ പേജ് എഴുതപ്പെട്ട കാലഘട്ടത്തെക്കുറിച്ച് കൃത്യമായ അറിവില്ലെങ്കിലും 1225-1250 കാലയളവിൽ യുകെയിലെ സോമർസെറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലാസ്റ്റൺബറി ആശ്രമത്തിലെ സന്യാസികൾ എഴുതിയതാണെന്നാണ് കരുതപ്പെടുന്നത്. ഒരു കാലത്ത് അമൂല്യമായ പുസ്തകങ്ങളാലും നിരവധി കൈയെഴുത്ത് പ്രതികളാലും പ്രസിദ്ധമായിരുന്നു ഗ്ലാസ്റ്റൺബറി ആശ്രമത്തിലെ വിശാലമായ ലൈബ്രറി. മൃഗത്തിന്റെ തുകലിൽ ലാറ്റിൻ ഭാഷയിലാണ് ബൈബിൾ പേജ് രചിച്ചിരിക്കുന്നത്. മൃഗത്തുകൽ ടെമ്പേര എന്ന വിദ്യ ഉപയോഗിച്ച് പ്രത്യേകം തയ്യാറാക്കിയ വെല്ലം കടലാസാണ് പ്രസ്തുത പേജ്. കല്ല്, ധാതുക്കൾ, മണ്ണ് തുടങ്ങിയ പ്രകൃതിദത്തമായ വസ്തുക്കൾ വെള്ളത്തിൽ ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് ടെമ്പേര. ബൈബിളിന്റെ ചരിത്രത്തിലെ പുതിയൊരു യുഗത്തിന് നാന്ദി കുറിച്ച 13-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന സാങ്കേതിക വിദ്യയാണിത്. ഇരുപുറത്തും എഴുത്തുകളുള്ള A5 വലുപ്പത്തിലുള്ള ബൈബിളിന്റെ പേജാണ് ആശ്രമത്തിൽ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുന്നത്. പഴയ നിയമത്തിലെ ദിനവൃത്താന്തത്തിന്റെ ആരംഭമാണ് പേജിലുള്ളത്. 2020-ൽ ബ്രിസ്റ്റോൾ സർവകലാശാല ലേലത്തിൽ പിടിച്ച ഈ ബൈബിൾ പേജ് യൂണിവേഴ്സിറ്റി തന്നെയാണ് പൊതുപ്രദർശനത്തിനായി താൽക്കാലികമായി വിട്ടു നൽകിയിരിക്കുന്നത്. ആശ്രമത്തിന്റെ ചരിത്രത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള മനോഹരമായ ഒരു രത്നമാണ് ഈ ബൈബിൾ പേജെന്ന് ആശ്രമത്തിലെ കളക്ഷന്റെ ചുമതലയുള്ള ലൂസി ന്യൂമാൻ പറഞ്ഞു. പഴക്കം വെച്ച് നോക്കുമ്പോൾ അതിശയകരമായ ഗുണമേന്മയാണെന്നും 800 വർഷങ്ങൾക്ക് മുമ്പുള്ള എഴുത്ത് സാമഗ്രികൾ കണക്കിലെടുക്കുമ്പോൾ ഇതിന്റെ സൃഷ്ടി അത്ഭുതപ്പെടുത്തുന്നതാണെന്നും ലൂസി ന്യൂമാൻ കൂട്ടിച്ചേർത്തു. യുകെയിൽ ആദ്യമായാണ് പ്രസ്തുത ബൈബിൾ പേജ് പൊതുപ്രദർശനത്തിന് എത്തുന്നത്. ഒക്ടോബർ 2 വരെ പ്രദർശനം ഉണ്ടായിരിക്കുന്നതാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കിന ന്യൂസ്.